നമസ്കാരം, ഞാൻ രമ്യ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി ദൈവപുത്രനായ യേശുദേവൻ ക്രൂശിൽ മരിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും നഗരി കാണിക്കൽ പ്രദക്ഷിണവും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. തീരദേശത്തെ ഇളക്കിമറിച്ച് തൃശൂർ പാർലമെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന്റെ തീരദേശ കാൽനട പ്രചരണ ജാഥ. സുരേഷ് ഗോപിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ ഭാര്യ രാധികയും മക്കളും. TN പ്രതാപൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി. പ്രകൃതി വീണ്ടും പിണങ്ങുന്നു. പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട്. 23 വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആനായ്ക്കലിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വാർത്തകൾ വിശദമായി. ത്യാഗനിർഭരമായ സഹനത്തിലൂടെ മണ്ണിലെ മനുഷ്യന്റെ പാപവിമോചനത്തിനായി ദൈവപുത്രനായ യേശുദേവൻ ക്രൂശിൽ മരിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വലിയ നോമ്പാചരണത്തിലെ വിശ്വാസ തീക്ഷ്ണമായ ചടങ്ങുകൾക്കാണ് ദുഃഖവെള്ളിയാഴ്ച ദേവാലയങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും സാക്ഷ്യം വഹിച്ചത്. ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥനാനിരതനായിരുന്ന യേശുവിനെ യഹൂദ പടയാളികൾ പിടികൂടുകയും പിലത്തോസിന്റെ മുന്നിൽ ഹാജരാക്കുകയും മരണത്തിന് വിധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കാൽവരിമലയിലെ കുരിശിൽ മരിക്കുകയും ചെയ്തതിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ നടന്നു. മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് മനുഷ്യപുത്രൻ ബലിയായി തീർന്നതിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. രാവിലെ മുതൽ ദേവാലയങ്ങളിൽ ആരാധനയും പീഡാനുഭവ തിരുകർമ്മങ്ങളും നടന്നു. പീഡാനുഭവ ചരിത്രവായന, രൂപം ചായ്ക്കൽ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുവെക്കൽ, രൂപത്തിൽ ചുംബിക്കൽ തുടങ്ങിയ കർമ്മങ്ങളാണ് രാവിലെ നടന്നത്. പുലർച്ചെ മുതൽ ദേവാലയങ്ങളിലും ക്രൈസ്തവ ഭവനങ്ങളിലും പ്രാർത്ഥനകളും പുത്തൻപാന പാരായണവും നടന്നു. വൈകിട്ട് ക്രൂശിൽ മരണം വരിച്ച യേശുദേവന്റെ ശരീരം പ്രതീകാത്മകമായി നഗരി കാണിക്കുന്ന പാപ പരിഹാര പ്രദക്ഷിണം നടക്കും. ജെറുസലേം നഗരത്തിലേക്കുള്ള യേശുദേവന്റെ പ്രവേശനത്തെ അനുസ്മരിച്ചുള്ള ഓശാന ആചരണത്തോടെ ആരംഭിച്ച വിശുദ്ധവാരത്തിലെ പ്രധാനമായ ചടങ്ങുകൾക്കാണ് വിശ്വാസി സമൂഹം വെള്ളിയാഴ്ച സാക്ഷ്യം വഹിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് പുലർച്ചെ സമാപനമാകുന്നതോടെ 50 ദിനം നീണ്ട വ്രതശുദ്ധിയോടെ ക്രൈസ്തവർ ഈസ്റ്ററിന്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കും. CCTV ന്യൂസ്, കേച്ചേരി. വിശുദ്ധവാര കർമ്മങ്ങൾക്കായി ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഒരുക്കിയ ആൾത്താര ശ്രദ്ധേയമായി. സ്വന്തം ഹൃദയം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്ന പെലിക്കൻ പക്ഷിയുടെ മാതൃകയാണ് ആൾത്താരയിൽ ഒരുക്കിയിട്ടുള്ളത്. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ദൈവപുത്രനായ ക്രിസ്തു സ്വയം ബലിയായി മാറിയതിന്റെ സ്മരണയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി തന്റെ സ്വന്തം ഹൃദയം പകർത്തു നൽകുന്ന പെലിക്കൻ പക്ഷിയുടെ മാതൃക തീർത്തത്. ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ യൂണിറ്റാണ് ക്രിസ്തുവിന്റേതിനു സമാനമായി മറ്റുള്ളവർക്കായി ജീവൻ വെടിയുന്ന പെലിക്കൻ പക്ഷിയുടെ രൂപം അൾത്താരയിൽ സജ്ജമാക്കിയത്. ജോഷി ചാലക്കൽ, ഷാജു കുണ്ടുകുളം എന്നിവരുടെ നേതൃത്വത്തിൽ 10 ദിവസം കൊണ്ടാണ് ആൾത്താരയിലെ രൂപം ഒരുക്കിയത്. തെർമോകോൾ, ഫെവിക്കോൾ, പെയിന്റ് എന്നിവ ഉപയോഗിച്ചാണ് പെലിക്കൻ പക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും രൂപം ഒരുക്കിയത്. ജനശ്രദ്ധ ആകർഷിച്ച ആൾത്താര ഒരുക്കിയ KLM പ്രവർത്തകരെ വികാരി ലിറിൻ തളിയപ്പറമ്പിൽ അഭിനന്ദിച്ചു. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിഹാര പ്രദക്ഷിണങ്ങളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കടങ്ങോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും പന്നിത്തടത്ത് നടന്നു. പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AC മൊയ്തീൻ, LDF നേതാക്കളായ NR ബാലൻ, സൈമൺ മാസ്റ്റർ, AV വല്ലഭൻ, നാസർ ഹമീദ്, KV മാത്യു, മുഹമ്മദ് കുട്ടി കേച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. 2500 സൈനികർ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യൂഹത്തിലേക്ക് ചാവേറായി ആ വാഹനം എടുത്തു കയറ്റിയത്. അത്തരത്തിലുള്ള സമീപനം മുന്നോട്ട് പോകുന്ന ഈ മോദി സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് മാതൃകാപരമായ ഭരണം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനത്തെ ആണ് നോക്കിക്കാണേണ്ടതെന്ന്. Safety, no security for women. The Uttar Pradesh Chief Minister, he says openly, women should stay in the house. They should not get educated. They should not take up jobs. തീരദേശത്തെ ഇളക്കിമറിച്ച തൃശൂർ പാർലമെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന്റെ തീരദേശ കാൽനട പ്രചരണ ജാഥ. പുന്നേർകുളം മന്നലാംകുന്നിൽ നിന്നാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായി. മുൻ മന്ത്രി KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി.
രാജായിയെയും കെ വി അബ്ദുൽ ഖാദർ MLAയുമാണ് ജാഥ നയിച്ചത്. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. വഞ്ചനാവലി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ജാഥയെ വരവേറ്റു. നേതാക്കളായ KP രാജേന്ദ്രൻ, KK സുധീരൻ, M കൃഷ്ണദാസ്, C സുമേഷ്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 7 മണിയോടെ ബ്ലാങ്ങാട് ബീച്ചിൽ ജാഥ സമാപിച്ചു. ഭർത്താവിനായി വോട്ട് അഭ്യർത്ഥിക്കാൻ രാധികയെത്തി. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ചലച്ചിത്ര താരം സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിക്കാനായാണ് സഹധർമ്മിണി രാധിക എത്തിയത്. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിലാണ് വോട്ടഭ്യർത്ഥനയുമായി രാധിക മക്കളായ ഭവ്യയ്ക്കും ഭാഗ്യയ്ക്കും ഒപ്പം എത്തിയത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് കുടുംബസംഗമം നടന്നത്. പ്രദേശവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത കുടുംബസംഗമത്തിൽ ചുരുങ്ങിയ വാക്കുകളിലാണ് രാധിക ഭർത്താവിന് വോട്ട് അഭ്യർത്ഥിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു. തൃശൂർ തങ്ങളുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട സ്ഥലമാണെന്നും തങ്ങളുടെ വിവാഹനിശ്ചയവും മക്കളുടെ ചോറൂണും നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നുവെന്നും രാധിക പറഞ്ഞു. സുരേഷേട്ടനെ ഏറെ സ്നേഹിക്കുന്നവർ വിജയം സമ്മാനിക്കുമെന്നും രാധിക കൂട്ടിച്ചേർത്തു. എവിടെ പോയിട്ടും എല്ലാ സ്ഥലത്തും വളരെ ആൾക്കാരെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അത് ഏട്ടനോടുള്ള സ്നേഹം തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് ആ സ്നേഹം കാണുമ്പോൾ. പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരും വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളുടെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ കുറേ പേരുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാരായ സ്ത്രീകൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുമാണ് രാധിക, സുരേഷ് ഗോപിയും മക്കളുമടങ്ങുന്ന സംഘം മടങ്ങിയത്. CCTV ന്യൂസ്, കേച്ചേരി. പുന്നേർകുളം ചമ്മന്നൂർ സെന്ററിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി BJP സ്ഥാപിച്ച ബൂത്തും കൊടിമരവും സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചെമ്മന്നൂർ സെന്ററിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച ബൂത്തും കോളനി റോഡരികിൽ സ്ഥാപിച്ച ബോർഡും കൊടിമരവുമാണ് നശിപ്പിച്ചത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. ചാവക്കാട് തെക്കൻ പാലിയൂർ കോൺഗ്രസ് കുടുംബസംഗമം നടന്നു. VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷനായി. KV ഷാനവാസ്, നവാസ് തെക്കുംപുറം, KV സത്താർ, ഫിറോസ് P തൈപ്പറമ്പിൽ, PK രാജൻ, ബീന രവിശങ്കർ, സദറുദ്ദീൻ, ഹനീഫ പാലയൂർ, ലത്തീഫ് പാലയൂർ, CM അനീഷ്, ഹസീന താജുദ്ദീൻ, KP അഷ്റഫ്, നൌഷാദ് തെക്കുംപുറം, ഹിമ മനോജ് എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമുള്ള ഗവൺമെന്റുകൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ നോക്കുന്നവരാണോ? അല്ല, ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണ്. എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാമെന്നല്ലേ അവർ നോക്കുന്നത്? കാരണം അവർക്ക് വേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല. അവർക്ക് വേണ്ടത് അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയം, വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് വിദ്വേഷം വളർത്തി വെറുപ്പ് വളർത്തി അസഹിഷ്ണുത വളർത്തി ഒന്നിച്ചു നിൽക്കേണ്ട ജനങ്ങളെ ഭിന്നിപ്പിക്കുക. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി. രാവിലെ ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തി വികാരി ഫാദർ സെബി ചിറ്റലപ്പിള്ളിയുടെ അനുഗ്രഹം വാങ്ങി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെയും വസതിയിലെത്തി സന്ദർശിച്ച് ആശീർവാദം ഏറ്റുവാങ്ങി. LF കോളേജിലും സന്ദർശനം നടത്തിയ ശേഷം പടിഞ്ഞാറേ നടയിൽ നിന്ന് കാൽനടയായി ക്ഷേത്ര പരിസരത്തെ കടകൾ കയറിയിറങ്ങി വോട്ടർമാരെ കണ്ടു. പടിഞ്ഞാറേ ഗോപുരനടയിലെത്തി കാണിക്കയിട്ട് തൊഴുത ശേഷം ഉച്ചവരെ ക്ഷേത്രനഗരയിൽ വോട്ടഭ്യർത്ഥന നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാറനാട്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ R രവികുമാർ, നേതാക്കളായ KP ഉദയൻ, ശശി വാറനാട്ട്, PI ലാസർ, മേഴ്സി ജോയ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ചാവക്കാട് വല്ലഭട്ട കളരിയിലെത്തി. കളരി വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനവും ഉണ്ടായിരുന്നു. ചുവട്, മെയ്പ്പയറ്റ്, ചെറുവടി, വലിയവടി തുടങ്ങിയവ പ്രദർശിപ്പിച്ചു. ഉണ്ണിഗുരുക്കളെ രാജാജി മാത്യു തോമസ് പൊന്നാട അണിയിച്ചു. കൃഷ്ണദാസ് ഗുരുക്കൾ, ദിനേശൻ ഗുരുക്കൾ എന്നിവർ നേതൃത്വം നൽകി. LDF നേതാക്കളായ M കൃഷ്ണദാസ്, NK അക്ബർ, KK സുധീരൻ, P മുഹമ്മദ് ബഷീർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. വേലൂർ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4:30 വേലൂർ ചുങ്കം സെന്ററിൽ നിന്നും ആരംഭിച്ച് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. മലയാറ്റൂരിൽ നിന്നും മടങ്ങിയ സംഘത്തിന്റെ കാർ നിർത്തിയിട്ട ലോറിക്ക് പിന്നിലിടിച്ച അപകടം. യാത്രക്കാരായ 4 പേർക്ക് പരിക്കേറ്റു. പുത്തമ്പള്ളി സ്വദേശികളായ യുവാക്കൾക്കാണ് പരിക്കേറ്റത്. കണ്ടാനശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് പിടികൂടി നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്കായിരുന്നു അപകടം. പരിക്കേറ്റവരിൽ 3 പേർ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
കടുത്ത വേനലിനൊടുവിൽ ജില്ലയിൽ ശക്തമായ മഴ. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മേഖലയിൽ നല്ല മഴ ലഭിച്ചത്. ശക്തമായ കാറ്റും മിന്നലും ഉണ്ടായി. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ ശക്തമായ കാറ്റാണ് ആദ്യം വീശിയത്. പിന്നീട് മഴ ആരംഭിക്കുകയായിരുന്നു. സാമാന്യം നല്ല മഴയാണ് ലഭിച്ചത്. കാറ്റും ശക്തമായതോടെ വൈദ്യുതി ബന്ധവും പലയിടത്തും തകരാറിലായി. രാത്രിയേറെ വൈകിയും വെള്ളിയാഴ്ച രാവിലെയുമാണ് പലയിടത്തും വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലായത്. ചൂടിന് അല്പം ആശ്വാസമായെങ്കിലും കർഷകർക്ക് മഴ വിനയായി. ചിലയിടങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടങ്ങളുമുണ്ടായി. കേരളത്തെ തണുപ്പിച്ച വേനൽ മഴ ഏപ്രിൽ 23 വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മിന്നലിനെ പ്രതിരോധിക്കാൻ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയുള്ള സമയത്ത് കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കുന്നതിൽ നിന്നും വിലക്കുവാൻ നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിനമായ ഏപ്രിൽ 23 വരെ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ലഭിക്കും. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 30-40 കിലോമീറ്റർ ആയിരിക്കും. 20-നും 22-നും സംസ്ഥാനത്ത് പലയിടത്തും ഇടിയോടും മിന്നലോടും കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40-50 കിലോമീറ്റർ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ 19-20 തീയതികളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം പാലക്കാട് ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 വരെയാണ് മിന്നൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യത. ഈ സമയത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ മഴ മൂലം പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിൽ ആനായ്ക്കലിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലുമാണ് സംഭവമുണ്ടായത്. കുന്നുകുളം കാണിയാമ്പാൽ അരിമ്പ്ര വീട്ടിൽ കുട്ടപ്പൻ മകൻ ശിവന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പുറകിൽ താൽക്കാലികമായി താമസിക്കാൻ പണിത ഷെഡിനു മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. 1 വർഷത്തോളമായി ശിവനും കുടുംബവും വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഷെഡിൽ താമസിക്കുകയാണ്. കാറ്റും മഴയുമായതിനാൽ ഷെഡിൽ നിന്നും ഇറങ്ങി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് ശിവനും കുടുംബവും മാറി നിന്ന സമയത്താണ് തെങ്ങ് വീണത്. ഇതോടെ വൻ ദുരന്തം ഒഴിവായി. കൗൺസിലർ MK ജയ്സിംഗ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി ഭക്ഷണം കഴിക്കുന്ന ടൈമിലാണ് തെങ്ങിൻ്റെ കട പൊട്ടി വീണത്. അങ്ങനെ ശബ്ദം കേട്ടുകൊണ്ട് ഓടിപ്പോയി. പരിക്കുകളൊന്നും പറ്റിയില്ല. കോൺട്രാക്ടറുടെ അനാസ്ഥ റോഡ് ഗതാഗതം സ്തംഭിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ചുള്ളിയിൽ കോളനിയിൽ നിന്ന് 3-ാം കല്ല് ഭാഗത്തേക്ക് വരുന്ന റോഡാണ് കോൺട്രാക്ടറുടെ അനാസ്ഥ കാരണം ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത്. 1 മാസം മുൻപാണ് റോഡിൽ കാന പണിയുന്നതിനായി കോൺട്രാക്ടർ ചാലി കയറിയത്. ഇവിടെ നിന്നെടുത്ത മണ്ണ് റോഡിന് നടുക്ക് കൂട്ടിയിടുകയായിരുന്നു. നാട്ടുകാർ ചോദിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ മണ്ണ് എടുത്തുമാറ്റുമെന്നും വേഗത്തിൽ പണി പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു. 1 മാസത്തോളമായി മണ്ണ് എടുത്തുമാറ്റുവാൻ കോൺട്രാക്ടർ തയ്യാറായിട്ടില്ല. വാർഡ് മെമ്പറും മൗനം പാലിക്കുകയാണ്. എത്രയും വേഗം റോഡിലെ മണ്ണെടുത്തുമാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയാണെന്ന് പറഞ്ഞ് ചിലർ ഭക്തരെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തന്ത്രിയാണെന്ന് പറഞ്ഞ് ചിലർ പല വേദികളിലും പ്രത്യക്ഷപ്പെടുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. 2014 ഏപ്രിൽ മുതൽ ചേനാസ് PC നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി. മറ്റാരും ക്ഷേത്രം തന്ത്രിയല്ല. ചേനാസ് PC നാരായണൻ നമ്പൂതിരിപ്പാടിനല്ലാതെ മറ്റാർക്കും തന്ത്രിയായി പ്രവർത്തിക്കാനോ പൊതുപ്രസ്താവനകൾ നടത്താനോ യാതൊരു അവകാശവുമില്ലെന്നും ദേവസ്വം ചെയർമാൻ അറിയിച്ചു. 2 തവണ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനായതിന്റെ താരത്തിളക്കത്തിലാണ് ഗുരുവായൂർ സ്വദേശി വിജീഷ് മണി. ഇന്നേവരെ ഇന്ത്യൻ സിനിമയ്ക്ക് നേടിയെടുക്കാനാകാത്ത ബഹുമതിയാണ് ഈ പുതുമുഖ സംവിധായകനിലൂടെ കൈവന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശ ജീവിതത്തെക്കുറിച്ച് പറയുന്ന വിശ്വഗുരു എന്ന ചിത്രവും സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച നേതാജി എന്ന ചിത്രവുമാണ് വിജീഷ് മണിയെ ഇരട്ട റെക്കോർഡിന്റെ നെറുകയിലെത്തിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തിലെ കാണാപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നേതാജി ആദിവാസി ഭാഷയിൽ പുറത്തുവന്ന ആദ്യ സിനിമ എന്ന നിലയിലാണ് ഗിന്നസിൽ ഇടം നേടിയത്. അട്ടപ്പാടിയിലെ ആദിവാസികൾ സംസാരിക്കുന്ന ഇരുള ഭാഷയിലാണ് നേതാജി ചിത്രീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ചിത്രമെന്നതാണ് വിശ്വഗുരുവിന് റെക്കോർഡ് നേടിക്കൊടുത്തത്. 51 മണിക്കൂർ 2 മിനിറ്റ് സമയമെടുത്താണ് വിശ്വഗുരു ചിത്രീകരിച്ചത്. ഇതോടെ ആദ്യമായി ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ സിനിമ എന്ന ബഹുമതിയും വിശ്വഗുരുവിന് സ്വന്തമായി. ഗിന്നസ് ബുക്കിന് പുറമെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വിജീഷ് മണി നേടിയിട്ടുണ്ട്. പുഴ മാത്രം പശ്ചാത്തലമാക്കി വിജീഷ് മണി സംവിധാനം ചെയ്ത പുഴയമ്മ എന്ന ചിത്രമാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിക്കൊടുത്തത്. സംവിധാന മികവിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ക്രിട്ടിക്സ് പ്രത്യേക ജൂറി പുരസ്കാരവും ഈ ചിത്രത്തിന് ലഭിച്ചു. സംവിധാനത്തിനു പുറമെ നിർമ്മാതാവായും കഥാകൃത്തായും വിജീഷ് മണി ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്തുകൂട്ടിയിട്ടുണ്ട്. മോഹൻലാൽ നായകനായി 19 മണിക്കൂറിനുള്ളിൽ ചിത്രീകരിച്ച ഭഗവാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണം വിജീഷ് മണിയായിരുന്നു. കൂടാതെ കൊട്ടേഷൻ, പേടിത്തൊണ്ടൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഭാഗമാകാനും വിജീഷ് മണിക്ക് സാധിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ പരിശ്രമം ഒന്നു മാത്രമാണ് തനിക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചതിന് പിന്നിലെന്ന് വിജീഷ് മണി പറയുന്നു.
വേൾഡിലെ ആദ്യത്തെ ആദിവാസി ഭാഷയിൽ ചെയ്ത സിനിമ. അത് നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹം സംസാരിക്കുന്ന ഇരുള എന്ന ഭാഷയിലാണ് ആ സിനിമ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അത് വേൾഡിലെ ആദ്യത്തെ ട്രൈബൽ ലാംഗ്വേജ് മൂവി എന്നുള്ള റെക്കോർഡ് ഇന്നലെ കിട്ടിയിരിക്കുകയാണ്. ചലച്ചിത്ര പ്രവർത്തന രംഗത്തിന് പുറമെ വിജീഷ് ഒരു മികച്ച ജൈവ കർഷകനും സ്വച്ഛ് ഭാരത് മിഷന്റെ സജീവ അംഗവുമാണ്. ഹൊഗുസിലെ കിങ്സ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വിജീഷ് മണിയെ തേടി ഗിന്നസ് റെക്കോർഡിന് പുറമെ ഒട്ടേറെ പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനത്തിനും നെയ്പായസത്തിനുമായി ക്ഷേത്രത്തിനകത്ത് പ്രത്യേക കൗണ്ടർ ആരംഭിച്ചു. ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് സമീപം തുലാഭാര കൗണ്ടറിനരികിലാണ് പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചത്. 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കി പ്രത്യേക കൗണ്ടറിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് നിർവഹിച്ചു. ഭരണസമിതി അംഗം P ഗോപിനാഥൻ, ക്ഷേത്രം മാനേജർമാരായ R സുരേഷ്, KM വിനോദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ E രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ടിന്നിൽ ലഭിക്കുന്ന നെയ്പായസവും പ്രത്യേക ദർശനത്തിനുള്ള സൗകര്യവും ഇനി മുതൽ പ്രത്യേക കൗണ്ടറിലൂടെ ലഭ്യമാകും. 1000 രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഒരാൾക്കും 4500 രൂപയുടെ നെയ്വിളക്ക് വഴിപാടായി ഷീട്ടാക്കുന്നവർക്ക് 5 പേർക്കും ദർശനത്തിന് പ്രത്യേക സൗകര്യം നേരത്തെ തന്നെ ദേവസ്വം ഒരുക്കിയിരുന്നു. ഇതിനായി ജനറൽ വഴിപാട് കൗണ്ടറുകളെയാണ് ഭക്തജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നിരുന്നത്. ഇത് ഭക്തർക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ദേവസ്വം പ്രത്യേക കൗണ്ടർ ഒരുക്കിയത്. നെയ്വിളക്ക് ദർശനത്തിനായി എത്തുന്നവർക്ക് നൽകുന്ന സൗജന്യ പ്രസാദ കിറ്റും കൗണ്ടറിലൂടെ ലഭ്യമാകും. പുന്നേർകുളം കൊച്ചന്നൂർ പ്രിയദർശിനി കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളായ കൊച്ചന്നൂർ, തെക്കൻ തിരുത്തുമ്മൽ, കരിച്ചാൽ കടവ് തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് തുടർച്ചയായി 3 വർഷമായി നടത്തുന്ന ജലവിതരണത്തിന് ജാഫർ എട്ടത്താറയിൽ, വിജയൻ കുന്നങ്കാട്ടിൽ, JB എട്ടത്താറയിൽ, സജീവ്, യൂസഫ് മാസ്റ്റർ, ഫർസിൻ, യാസിൻ പുതുമന, ഹാരിസ് പള്ളിക്കര എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് നടന്ന പരിഹാര പ്രദക്ഷിണം ഭക്തി നിർഭരമായി. ക്രൂശിത രൂപവും ടാബ്ലോകളും നിരന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ കത്തോലിക്ക ദേവാലയത്തിൽ ദുഃഖവെള്ളി ചടങ്ങുകൾ ഭക്തിപൂർവ്വം ആചരിച്ചു. രാവിലെ 7-ന് പീഡാനുഭവ സന്ദേശം, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയുണ്ടായി. തുടർന്ന് നഗരി കാണിക്കൽ പ്രദക്ഷിണം, ഗുഡ്ഷപ്പേൽ പള്ളിയിൽ ഉപവാസ സമാപനവും നടന്നു. ബ്രദർ ലെബിൻ പീഡാനുഭവ സന്ദേശം നൽകി. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ക്രിസ്റ്റോൻ പെരുമാട്ടിൽ മുഖ്യകാർമ്മികനായി. കൈക്കാരന്മാരായ സിജോ ജോസഫ്, ML തോമാച്ചൻ തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ യേശുവിന്റെ മഹാത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കി ദുഃഖവെള്ളി ആചരിച്ചു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ആൻഡോ സിലുവത്തിങ്കൽ മുഖ്യകാർമ്മികനായി. വൈകിട്ട് 5:30 പള്ളിയിൽ നിന്നും ക്രിസ്തുവിന്റെ കാൽവരി യാത്രയും പീഡാനുഭവവും കുരിശുമരണവും ഓർമ്മിപ്പിക്കും വിധം പ്രച്ഛന്ന വേഷമണിഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രദക്ഷിണം ഇടവക അതിർത്തി ചുറ്റി പള്ളിയിൽ സമാപിച്ചു. പ്രദക്ഷിണത്തിന്റെ ഓരോ കേന്ദ്രത്തിലും പീഡാനുഭവത്തിലെ ഓരോ രംഗങ്ങൾ അവതരിപ്പിച്ചു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ AT വർഗീസ്, CL ജോസ്മോൻ, ജനറൽ കൺവീനർ KO ഫ്രാൻസിസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ആർത്താറ്റെ ഹോളി ക്രോസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രൂപം ചായ്ക്കൽ ശുശ്രൂഷ നടന്നു. രാവിലെ 7 മണിക്ക് നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോഷി പറോക്കാരൻ നേതൃത്വം നൽകി. പീഡാനുഭവ ചരിത്രവും ദേവാലയത്തിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തുടർന്ന് ക്രൂശിത രൂപം വണങ്ങുന്നതിനുള്ള അവസരവും ഒരുക്കി. വൈകിട്ട് 4 മണിക്ക് ദേവാലയത്തിൽ നിന്നാരംഭിച്ച പരിഹാര പ്രദക്ഷിണം ആർത്താറ്റുപള്ളി പരിസരം ചുറ്റി ചാട്ടുകുളം വഴി ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് ദേവാലയത്തിലെ പുഷ്പക്കൂടിൽ നിന്ന് ഫാദർ തോമസ് മണ്ടി പീഡാനുഭവ സന്ദേശം നൽകി. CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദാഹജല വിതരണവും KCYMന്റെ നേതൃത്വത്തിൽ കടുമാങ്ങ നേർച്ച വിതരണവും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോഷി, കൈക്കാരന്മാരായ ഷൈജു, വർഗീസ്, ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി രാവിലെ തിരുക്കർമ്മങ്ങൾ നടന്നു. വൈകിട്ട് ദേവാലയത്തിൽ നിന്നാരംഭിച്ച നഗരി കാണിക്കൽ വാഗ തെക്കുമുറി വഴി ചുറ്റി ദേവാലയത്തിലെത്തി സമാപിച്ചു. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര, കൈക്കാരന്മാരായ സ്റ്റീഫൻ നീലങ്കാവിൽ, CD ജോസ്, സാജൻ കണ്ണനായ്ക്കൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് CD ജോസ് എന്നിവർ നേതൃത്വം നൽകി. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ലിറിൻ തളിയപ്പറമ്പിൽ നേതൃത്വം നൽകി. വൈകിട്ട് ദേവാലയത്തിൽ നഗരി കാണിക്കൽ പ്രദക്ഷിണം നടന്നു. ആളൂർ തിരുത്തിയിലെ കപ്പേളയിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം തിരിച്ച് ദേവാലയത്തിലെത്തി സമാപിച്ചു. കൈക്കാരന്മാരായ ജോസ് പുത്തൂർ, വിൻസെന്റ് ചാലക്കൽ, കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ മറിയം ത്രേസ്യ ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങൾ നടന്നു. വൈകിട്ട് നടന്ന പാപപരിഹാര പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നാരംഭിച്ച ഇടവകാതിർത്തിയായ ആളൂർ പാലം ചുറ്റി പള്ളിയിലെത്തി സമാപിച്ചു. വികാരി ഫാദർ ആന്റണി തെക്കിനിയത്ത, കൈക്കാരന്മാരായ ജോർജ് കുണ്ടുകുളം, അഖിൽ അരങ്ങാശ്ശേരി, കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോൺസൺ അരങ്ങാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.
മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി തിരുക്കർമ്മങ്ങൾ നടന്നു. പീഡാനുഭവ ചരിത്രവായന, ക്രൂശിത രൂപം ചായ്ക്കൽ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കൽ, ക്രൂശിത രൂപത്തിൽ ചുംബിക്കൽ തുടങ്ങിയ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് കാർമ്മികനായി. വൈകിട്ട് ദേവാലയത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രൂപം വഹിച്ച പാപപരിഹാര പ്രദക്ഷിണം ആരംഭിച്ചു. നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് പീഡാനുഭവ സന്ദേശം നൽകി. സഹവികാരി റോജോ ഇലവത്തിങ്കൽ, കൈക്കാരന്മാരായ റാഫേൽ കാക്കശ്ശേരി, CA വിൻസെന്റ്, CT ജോൺസൺ, PT സേവി, കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് VA കൊച്ചിലാസർ എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി തിരുക്കർമ്മങ്ങൾ നടന്നു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങത്തേരി ചടങ്ങുകൾക്ക് കാർമ്മികനായി. വൈകിട്ട് നടന്ന പാപപരിഹാര പ്രദക്ഷിണത്തിൽ ദേവാലയത്തിലെ CLC യൂണിറ്റ് ഒരുക്കിയ നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായി. കൈക്കാരന്മാരായ TA ടോമി, CV ജലീൻ, VD ഡിറ്റോ, കേന്ദ്രസമിതി പ്രസിഡന്റ് സജി ചിറമിൽ, CLC ഭാരവാഹികളായ റിൻഡോ ജോൺസൺ, സിജോ ചെമ്പിശ്ശേരി, ജിത്ത് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. കൂനംമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ദുഃഖവെള്ളി ആചരണം നടന്നു. വെള്ളിയാഴ്ച രാവിലെ ആരംഭിച്ച ചടങ്ങുകളിൽ പീഡാനുഭവ ചരിത്രവായന, ക്രൂശിത രൂപം ചായ്ക്കൽ എന്നിവയുണ്ടായി. തുടർന്ന് നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെക്കലും ക്രൂശിത രൂപം ചുംബിക്കലും നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് മുഖ്യകാർമ്മികനായി. വൈകിട്ട് 4:30 ഇടവകയിലെ വിവിധ യൂണിറ്റുകളിലൂടെ കടന്നുപോയ പരിഹാര പ്രദക്ഷിണം 6:30 ദേവാലയത്തിലെത്തി സമാപിച്ചു. നഗരി കാണിക്കൽ ചടങ്ങിന് ശേഷം ഫാദർ വിൽജോ നീലങ്കാവിൽ പീഡാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണത്തിന് KLM സംഘടനയുടെ നിശ്ചല ദൃശ്യങ്ങൾ അകമ്പടിയേകി. ചടങ്ങുകൾക്ക് നിർമ്മല മാതാ കോൺവെന്റിലെ സിസ്റ്റേഴ്സ്, ട്രസ്റ്റിമാരായ TJ വിൻസെന്റ്, AL ജെയിംസ്, KT ഫ്രാൻസിസ്, TL ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയൂർ മാർത്തോമ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ 6:30 നടന്ന ദ്വീപിലേക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും കുരിശിൻ്റെ ആശീർവാദത്തിനും രക്തർ ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യകാർമ്മികനായി. ഫാദർ സിൻഡോ പൊന്തേക്കൻ, ഫാദർ സജി കിഴക്കേക്കര, ഫാദർ ജോബി TR, ഫാദർ റോണി മന്തോട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. യേശുവിൻ്റെ ക്രൂശിത രൂപം മുത്തിപ്പോകുവാൻ പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. ദ്വീപലിക്ക് ശേഷം കുടുംബകൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പുത്തൻപാന പാരായണം നടന്നു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് തളിയക്കുളത്തിൽ നിന്നാരംഭിച്ച നഗരി കാണിക്കൽ പ്രദക്ഷിണം ചാവക്കാട് ചുറ്റി ദേവാലയത്തിൽ തിരിച്ചെത്തി. പീഡാനുഭവ സന്ദേശവും ഉണ്ടായിരുന്നു. KCYM അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരവും ഉണ്ടായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഹാഷായിലെ വലിയ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് ഫാദർ ജെയിംസ് ഡേവിഡ് അരിമ്പൂർ മുഖ്യകാർമ്മികനായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളി ട്രസ്റ്റി തമ്പി KP, സെക്രട്ടറി അരുൺ തമ്പി P എന്നിവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് മേരീസ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. ഫാദർ ഏലിയാസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദുഃഖവെള്ളി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചത്. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പോർക്കുളം സെന്റ് നാഥായ് സ്ലീഹ പള്ളിയിൽ ദുഃഖവെള്ളി ദിനാചരണം സംഘടിപ്പിച്ചു. ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ദുഃഖവെള്ളി ദിനാചരണത്തിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഫാദർ മൈക്കിൾ ശുശ്രൂഷകൾക്ക് കാർമ്മികനായി. ട്രസ്റ്റി ജെയിംസ്, സെക്രട്ടറി ജെയിംസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അക്കിക്കാവ് സെന്റ് മേരീസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ദുഃഖവെള്ളിയുടെ പ്രത്യേക ശുശ്രൂഷകൾ ആരംഭിച്ചു. പള്ളി ട്രസ്റ്റി സണ്ണി, സെക്രട്ടറി ലോമിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ദുഃഖവെള്ളി ദിനത്തിന്റെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന പ്രത്യേക ശുശ്രൂഷയ്ക്ക് ഫാദർ ജേക്കബ് നേതൃത്വം നൽകി. ട്രസ്റ്റി KK ഷാജു, CB രാജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തുടർന്ന് നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ M ജേക്കബ് നേതൃത്വം നൽകി. ട്രസ്റ്റി പ്രസാദ് പുലിക്കോട്ടിൽ, സെക്രട്ടറി അജി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഗീവർഗീസ് വർഗീസ് എന്നിവർ കാർമ്മികരായി. ട്രസ്റ്റി സുമേഷ് P വിൽസൺ, സെക്രട്ടറി അനീഷ് C ജോർജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സെന്റ് മേരീസ് ചർച്ചിൽ ദുഃഖവെള്ളി ദിനാചരണം നടന്നു. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു. തുടർന്ന് നടന്ന ശുശ്രൂഷയ്ക്ക് ഫാദർ പ്രിൻസ് ഐ കോലാടി നേതൃത്വം നൽകി. സെക്രട്ടറി സക്കറിയ PI പോൾസൺ, ജിൻസൺ MJ, നെൽസൺ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം 9 51 മസ്മൂറ അപേക്ഷയോടെ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഫാദർ എൽദോ M ജോയ് കാർമ്മികനായി. പ്രഭാതസ്തുതിപ്പിന് ശേഷം 3-ാം മണി നമസ്കാരം, 6-ാം മണി നമസ്കാരം മധ്യേ സ്ലീഹാവായന, പഴമവായന എന്നിവയുണ്ടായി. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഗോകുൽത്താമലയിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുപോകുന്നതിനനുസ്മരിച്ച്
തെക്കേ ഭാഗത്തു നിന്ന് ദുഃഖവെള്ളിയുടെ ഒന്നാം പ്രദക്ഷിണം പള്ളി ചുറ്റി. 9-ാം മണി നമസ്കാരത്തിന് ശേഷം ദുഃഖവെള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്ലീബാവന്ദനവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികളും സ്ലീബാവന്ദനവും നടത്തി. സ്ലീബ ആഘോഷവും പള്ളിക്കകത്ത് അരിമത്യക്കാരൻ നിക്കോദിമസും യൗസേപ്പും കൂടി യേശുവിനെ കബറടക്കാൻ കൊണ്ടുപോകുന്നതിനെ അനുസ്മരിച്ച് രണ്ടാമത്തെ പ്രദക്ഷിണവും നടന്നു. മദ്ബഹായിൽ അവധുമാലാക ആഘോഷവും ഉണ്ടായി. തുടർന്ന് കബറടക്കം, മാലാകമാരുടെ സ്തുതിപ്പ്, വിശ്വാസപ്രമാണം എന്നിവയോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾ സമാപിച്ചു. യേശുവിനെ കയ്പും കാടിയും കൊടുത്തതിനെ അനുസ്മരിച്ച് പള്ളിയിലെത്തിയ വിശ്വാസികൾക്ക് കയ്പുനീർ നൽകി. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ഫാദർ എൽദോ എം ജോയ്, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അയ്യമ്പറമ്പ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ദിനാചരണം നടത്തി. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ദുഃഖവെള്ളിയുടെ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്ക് ഫാദർ പത്രോസ് ജെ പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി. ട്രസ്റ്റി ഷാജി TV, സെക്രട്ടറി ഗ്രിഗോറി KA എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കല്ലുംപുറം പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. ഫാദർ ഗീവർ ചെമ്മണ്ണൂർ ശുശ്രൂഷകൾക്ക് കാർമ്മികനായി. ട്രസ്റ്റി നെൽസൺ BC, സെക്രട്ടറി ജോസഫ് തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾ ആചരിച്ചു. 8 മണി മുതൽ ദുഃഖവെള്ളി ശുശ്രൂഷകളും ആരംഭിച്ചു. തുടർന്ന് 11 മണിക്ക് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും സ്ലീബാവന്ദനവും കബറടക്കം എന്നിവ നടന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് മുഖ്യ കാർമ്മികനായി. വൈകിട്ട് സന്ധ്യാ നമസ്കാരവും ഉണ്ടായി. കൈക്കാരൻ PK പ്രജു, സെക്രട്ടറി PG ബിജു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. ശുശ്രൂഷകൾക്ക് ഫാദർ ബെഞ്ചമിൻ മുഖ്യ കാർമ്മികനായി. ഫാദർ സോളമൻ സഹകാർമ്മികനായി. രാവിലെ 8:30 ശുശ്രൂഷകൾ ആരംഭിച്ചു. പ്രദക്ഷിണം, ശ്രീഭാവന്തരവ്, കബറടക്കം എന്നിവയും ഉണ്ടായി. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭക്തിനിർഭരമായി ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു. രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം നടത്തി. പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും സ്ലീബ ആരാധനയും നടന്നു. സ്ലീബാവന്ദനത്തിനു ശേഷം കബറടക്ക ശുശ്രൂഷയുമുണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക് നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് സന്ധ്യാ നമസ്കാരമുണ്ടായി. ദുഃഖ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കുർബാന നടക്കും. ഞായറാഴ്ച ഉയിർപ്പ് ശുശ്രൂഷ പുലർച്ചെ 2 മണിക്ക് ആരംഭിക്കും. എരുമപ്പെട്ടി പതിയാരം വിശുദ്ധ യൗസേപ്പിതാവിന്റെ ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ കുരിശിന്റെ വഴി, വിശുദ്ധ കുർബാന എന്നിവയുണ്ടായി. വൈകിട്ട് നഗരി കാണിക്കൽ പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ ജിൻഡോ ചിറ്റ്ലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ്, വിൻസെന്റ് മാറോക്കി, അന്തോണി സൈമൺ, തോമസ് സുനിൽ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മയിൽ നടത്തിയ തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജോയ് അടുമ്പുകുളം മുഖ്യ കാർമ്മികനായി. ഫാദർ ജോർജ് തേറാട്ടിൽ പീഡാനുഭവ സന്ദേശം നൽകി. തുടർന്ന് കരുണയുടെ ജപമാല പരിഹാര പ്രദക്ഷിണവും നടന്നു. CLC അംഗങ്ങൾ പീഡാനുഭവ നിശ്ചല ദൃശ്യങ്ങൾ പ്രദക്ഷിണത്തിൽ അവതരിപ്പിച്ചു. ദർശനസഭ, KCYM എന്നീ സംഘടനകളും പങ്കെടുത്തു. കൈക്കാരന്മാരായ റോയ് തറയിൽ, ഷാജു PF, ജോൺ ലൂയിസ്, ബാബു ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിനും കാരുണ്യ ആരാധനയ്ക്കും തിരുകർമ്മങ്ങൾക്കും ഇടവക വികാരി ഫാദർ ഫെബിൻ കുത്തൂർ നേതൃത്വം നൽകി. കപ്പേളയിൽ നിന്നും പള്ളിയിലേക്ക് പീഡാനുഭവ പരിഹാര പ്രദക്ഷിണവും നടത്തി. CLC സംഘടന ഒരുക്കിയ ടേബ്ലോ ഈശോയുടെ പീഡാനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. കൈക്കാരന്മാരായ എഡ്വിൻ, ജോൺസൺ, വിൽസൺ, CLC അംഗങ്ങളായ ഷെൻസൺ, ജോൺസൺ, ലിയോ, ക്രിസ്റ്റോ, ജെഫിൻ എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ടൈഡ്സ് കുന്നപ്പള്ളി നേതൃത്വം നൽകി. പീഡാനുഭവ ചരിത്രവായനയ്ക്ക് ബ്രദർ ഗോഡ്വിൻ അടക്കളത്തൂർ നേതൃത്വം നൽകി. ദിവ്യകാരുണ്യ ശുശ്രൂഷയ്ക്ക് ശേഷം സ്ലീബ ചുംബനം ആചരിച്ചു. തുടർന്ന് പീഡാനുഭവ പ്രദക്ഷിണവും യേശുവിൻ്റെ പൂജിത രൂപം നഗരി കാണിക്കലുമുണ്ടായി. കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളെ സ്മരിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കാരവും ഒരുക്കിയിരുന്നു. പരിഹാര പ്രദക്ഷിണത്തിന് കൈക്കാരന്മാരായ NP സേവി, PP തോമസ്, PM ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. വൈകിട്ട് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പീഡാനുഭവ യാത്രയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ മുത്തുപിടിക മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരി ആൻഡോ രായപ്പൻ, ഇടവകയിലെ സബ് ഡീക്കൻ ലിബിൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. പരിഹാര പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പീഡാനുഭവ യാത്രയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ബ്രദർ ജോയ് പീഡാനുഭവ സന്ദേശം നൽകി. പീഡാനുഭവ ചരിത്രാവതരണം, രൂപം ചായ്ക്കൽ എന്നിവയുമുണ്ടായി. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സിബി ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ലോറൻസ് നീലങ്കാവിൽ, ജോർജ് പോൾ, PJ ക്രിസ്റ്റഫർ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 6:30 തിരുക്കർമ്മങ്ങളും ജ്ഞാനസ്നാന വ്രതനവീകരണവും നടക്കും. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 11:30 ആരംഭിക്കും. ഈസ്റ്റർ എഗ് വിതരണവും ഉണ്ടാകും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ നഗരി കാണിക്കൽ വിലാപയാത്ര നടത്തി. പീഡാനുഭവ തിരുക്കർമ്മങ്ങളും സന്ദേശവും ഉണ്ടായിരുന്നു. പോൾസൺ സന്ദേശം നൽകി. പള്ളിയങ്കണത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ആൽത്തറ സെൻറ്ററിൽ സമാപിച്ചു. ഫാദർ ജാക്സൺ കൂനംബ്ലാക്കിൽ, ട്രസ്റ്റിമാരായ AK ജോസ്, ER ജോസഫ്, MJ വിൽസെൻ്റ് എന്നിവർ നേതൃത്വം നൽകി.
അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ നഗരി കാണിക്കൽ വിലാപയാത്ര നടത്തി. പീഡാനുഭവ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോബ് വടക്കനച്ചൻ നേതൃത്വം നൽകി. പള്ളിയങ്കണത്തിൽ നിന്നാരംഭിച്ച യാത്ര നമ്പീശൻപടി, താഴിശ്ശേരി, അഞ്ഞൂർ സെന്റർ എന്നിവിടങ്ങളിൽ ചുറ്റി പള്ളിയിൽ സമാപിച്ചു. കൈക്കാരന്മാരായ ജോസ് വെള്ളറ, ജെയിംസ് പേരാമംഗലം, MJ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ സ്മരിച്ച നഗരി കാണിക്കൽ വിലാപയാത്ര നടത്തി. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകി. ഫാദർ അലക്സ് സന്ദേശം നൽകി. പള്ളിയങ്കണത്തിൽ നിന്നാരംഭിച്ച യാത്ര കച്ചേരിപ്പടി, മുഖംമൂടിമുക്ക്, നമ്പീശൻപടി വഴി പള്ളിയിൽ സമാപിച്ചു. കൈക്കാരന്മാരായ ജോസ്, സണ്ണി, മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തി. ഇടവയിലെ യുവജനങ്ങളാണ് ഷോയ്ക്ക് നേതൃത്വം നൽകിയത്. ക്രിസ്തു ചരിത്രത്തിന്റെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദൃശ്യാവിഷ്കരണമാണ് അവതരിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ ജോബ് വടകൻ ഉദ്ഘാടനം ചെയ്തു. കൈകാരന്മാരായ ജോസ് വെള്ളറ, ജെയിംസ് പേരാമംഗലം, ജോൺസൺ മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ആർത്താറ്റ് കുന്നുംകുളം മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഈസ്റ്റർ നൈറ്റ് സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ വികാരി പ്രതീഷ് ഉമ്മന് ഹൃദ്യമായ യാത്രയപ്പം നൽകും. ഞായറാഴ്ച വൈകിട്ട് 4-ന് പള്ളിയങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ JC ഡാനിയേൽ അവാർഡ് ജേതാവ് ദീപുരാജ് ആലപ്പുഴയെ ആദരിക്കും. ദീപുരാജിന്റെ മിമിക് ഷോ, മാജിക് ഷോ എന്നിവയും ഇടവക അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടാകും. വടക്കേക്കാട് ഞമ്മനേങ്ങാട് മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് നാമജപം എന്നിവയുണ്ടായി. T ചന്ദ്രൻ, ഉണ്ണി, NR രാജേഷ്, ശ്യാം പ്രകാശ്, P വിജയൻ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂരിൽ പണം വെച്ച് ചീട്ടുകളി നടത്തിയിരുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശി പ്രമോഷിന്റെ വീട്ടിൽ അവധി ദിവസങ്ങൾ മറയാക്കിയാണ് പണം വെച്ച് ചീട്ടുകളി നടത്തിയിരുന്നത്. കുന്നംകുളം ACP മുരളീധരന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം SHO വിജയകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. 13 ലക്ഷം രൂപയും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലയ്ക്ക് പുറത്തുനിന്നും നിരവധി പേർ ഇവിടെ കളിക്കാനായി എത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. CPOമാരായ സുമേഷ്, മെൽവിൻ, വൈശാഖ്, സനൽ, കൃഷ്ണകുമാർ, ഹംദ്, സോജുമോൻ, ജോഫിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നവമാധ്യമ കാഴ്ച. അഭ്യാസ പ്രകടനങ്ങളിൽ ചൈനക്കാരെ വെല്ലാൻ അല്പം വെള്ളം കുടിക്കേണ്ടി വരും. സ്കൂൾ തലം മുതലേ കുട്ടികളെ കൃത്യമായ പരിശീലനത്തിലൂടെ മികച്ച അഭ്യാസികളായി മെനഞ്ഞെടുക്കുക എന്നതാണ് അവരുടെ രീതി. കാണാം ലിജോ നൽകിയ ദൃശ്യം. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി ദൈവപുത്രനായ യേശുദേവൻ ക്രൂശിൽ മരിച്ചതിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും നഗരി കാണിക്കൽ പ്രദക്ഷിണവും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ. ദേശീയ നേതാക്കളെ രംഗത്തിറക്കി മുന്നണികൾ. തീരദേശത്തെ ഇളക്കിമറിച്ച് തൃശൂർ പാർലമെന്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യുവിന്റെ തീരദേശ കാൽനട പ്രചരണ ജാഥ. സുരേഷ് ഗോപിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ ഭാര്യ രാധികയും മക്കളും. TN പ്രതാപൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി. പ്രകൃതി വീണ്ടും പിണങ്ങുന്നു. പാലക്കാട് ജില്ലയിൽ യെല്ലോ അലർട്ട്. 23 വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആനായ്ക്കലിൽ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം CCTV ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.eu സന്ദർശിക്കുക. നമസ്കാരം. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.